أهلا رمضان رمضان قد جئتنا بالغفران والرحمة والأحسان. أهلا رمضان أهلا. يلا يا ريتان. أهلا رمضان رمضان قد جئتنا بالغفران والرحمة والأحسان. أهلا رمضان أهلا قد جئت شهر الطاعات لتعيد جميل الصفات باليمن وبالبركات. أهلا رمضان أهلا أهلا رمضان أهلا شهر القرآن أهلا أهلا رمضان أهلا شهر القرآن أهلا قد طال الشوق إليك وعدت يا رمضان أهلا قد طال الشوق إليك وعدت يا رمضان أهلا. ജില്ലയുടെ സ്ഥാനം 13-ഓ 14-ഓ ആയിരുന്നു. വയനാട്, കാസർഗോഡ്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയുടെ സ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ട് അറബിക് കലോത്സവത്തിന് നമുക്ക് സ്റ്റേറ്റിൽ 2ാം സ്ഥാനം ജില്ലയ്ക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റോള് നിങ്ങൾക്ക് തന്നെയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ഒരു ചെറിയ വ്യക്തിയാണ്, നിങ്ങളുടെ കൂട്ടായ്മയാണ്. അറബിക് അധ്യാപക സംഘടനയിൽപ്പെട്ട എല്ലാ വിഭാഗം ടീച്ചേഴ്സും നമ്മുടെ ജില്ലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഈ കുട്ടികളെ ഓരോരുത്തരെയും ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കഠിനമായ പ്രയത്നം നടത്തുന്നുണ്ട് എന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്വന്തം ഡി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇത് രാവിലെ തുടങ്ങിയതാണ്. ഒരുപാട് ക്ഷീണിതരാണ്. ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ്സ് സ്കൂളുകൾ സന്ദർശിച്ചിട്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ DGക്ക് പോലെയൊക്കെ അതിൻ്റെ റിപ്പോർട്ട് നൽകുവാനുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും ഞാൻ 3 ദിവസം ഇത് ബഡ്സ് സ്കൂളുകൾ, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലെ സന്ദർശനമാണ് ഇത് എൻ്റെ പ്രോഗ്രാമിലുള്ളത്. എന്നാലും ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം തിരിച്ചും അങ്ങോട്ടേക്ക് നൽകുവാനുള്ള അവസരം അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതിന് പകരം നേരെ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെ പോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന റാഗിങ് 9ാം ക്ലാസ്സിലെ കുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കണ്ടുകൂടാ, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇവരെ പരസ്പരം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കുട്ടികളും ഹൈസ്കൂളിലെ കുട്ടികളും തമ്മിലുള്ള ലഹള ഇതെല്ലാം നിർത്തേണ്ടത് സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം അധ്യാപകരായ നിങ്ങളുടെ ഇടപെടൽ ഏതെല്ലാം രീതിയിൽ നടത്താൻ പറ്റുമോ അത്തരത്തിലുള്ള ഇടപെടലുകൾ വിദ്യാലയത്തിൽ ഉണ്ടാകണം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിനെ ഒരു യൂണിറ്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അതിലെ ഓരോ കുട്ടിയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് കുട്ടി നേടേണ്ട അറിവ്, മികവ്, ശേഷി നേടിയാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് പ്രൊമോഷൻ നൽകുന്നുള്ളൂ. 8ാം ക്ലാസ്സിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ ഈ വർഷം ആദ്യം എല്ലാ പരീക്ഷയ്ക്കും വിജയിച്ചാൽ അതിന് അർഹതപ്പെട്ട 35% മാർക്ക് കുട്ടി നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് പ്രൊമോഷൻ നൽകുന്നുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും കുട്ടിയെ പരീക്ഷ എഴുതി അതിന് മാർക്ക് വീണ്ടും എന്താണോ പോരായ്മയുള്ളത് ആ വിടവ് നേടിയാൽ മാത്രമേ ക്ലാസ് പ്രൊമോഷൻ നൽകുന്നുള്ളൂ. അടുത്ത വർഷം മുതൽ ഇത് എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള ഇത് പ്രൊമോഷൻ ആയിരിക്കും നൽകുന്നത്. ഫുൾ ഓൾ പ്രൊമോഷൻ നൽകുന്നത് ആയിരിക്കുന്നില്ല. ഞാൻ ഏതായാലും അധികം ഇത് കഞ്ചാവ് വേണ്ട നടത്തി, MDMA പിടിച്ചു, ഇതെല്ലാമാണ് വാർത്തയായിട്ട് വരുന്നത്. എന്താണ് ഇതെന്ന് സമൂഹത്തിൽ നടക്കുന്നത്? അപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട ഇനിയുടെ പ്രധാന പ്രസംഗിക്കാനുള്ളത് കൊണ്ട് തന്നെ DD എന്നതിൽ ഞാൻ അധികം നീട്ടുന്നില്ല. പിന്നെ സമൂഹ നോമ്പുറയുടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലും കൂടെ DD പങ്കെടുത്തിട്ട് ഏതായാലും പോകുന്നല്ലോ മനസ്സിലേക്ക്. അപ്പോൾ പ്രമുഖ വ്യക്തിയുടെ പ്രസംഗിക്കുന്ന സാർ അടക്കം ഇവിടെ ഉള്ള സമയത്ത് ഞാൻ അധികം നേട്ടത്തില്ല ആവശ്യം കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന വളരെ അപകടകാരിയായ ഒരു ഉപകരണമായി മൊബൈൽ ഫോൺ മാറിയിരിക്കുകയാണ്. റാഗിങ് അടക്കമുള്ള അതുപോലെ തന്നെ ഈ ലഹരി അടക്കമുള്ള വസ്തുക്കൾ വിദ്യാലയങ്ങളിൽ എത്തുന്നത് ഈ മൊബൈൽ ഫോൺ വഴിയാണ് മെസ്സേജുകൾ കൈമാറുന്നത്. അപ്പോൾ ആരാണോ ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, ഈ നല്ല ഒരു ഭാവി സമൂഹത്തെ
വാർത്ത എടുക്കേണ്ട ഉത്തരവാദപ്പെട്ട നിങ്ങൾ അതിൽ ഓരോരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ വിദ്യാലയത്തിൽ അത് ആലോചിച്ച് ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പോക്ക് സർവനാശത്തിലേക്കായിരിക്കും. കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ പത്രങ്ങളുടെ എല്ലാ അടക്കം നിലനിർത്തുന്ന അന്തരീക്ഷത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ നിഗമനത്തിൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. വീട്ടിൽ പോയാൽ എന്താണ് അവസ്ഥ? ഞാൻ ചിലപ്പോൾ വെറുതെ എൻ്റെ നാട്ടിലെ ഒരു വൈകിട്ട് സമയത്ത് സ്ത്രീ കിട്ടുന്ന സമയത്ത് വീടുകളിൻ്റെ മുന്നിലുള്ള റോഡുകളിലൂടെ പോകുമ്പോൾ മിക്ക വീടുകളിലും അച്ഛൻ അമ്മ എല്ലാവർക്കും 1-2 ഫോണുകളാണ്, മൊബൈൽ ഫോണുകളാണ്. എല്ലാവരും ഫോണിലാണ്. മക്കൾക്കും ഫോൺ. മുമ്പ് കുട്ടികൾക്ക് ഫോൺ അച്ഛനമ്മമാർ ഉപയോഗിക്കുന്ന ഫോണായിരുന്നു. ഇപ്പോൾ അത് മാറി കുട്ടികളിലേക്കും ഫോണിൻ്റെ ഈ ഉപയോഗം കുട്ടികളിലേക്കും എത്തിയിരിക്കുകയാണ്. അച്ഛനമ്മമാർക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം മക്കളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടുന്നില്ല. മക്കളും ഇത് മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുകയാണ്. ഇവർ പരസ്പരം അയക്കുന്ന എന്തൊക്കെ ഗ്രൂപ്പുകളാണ് കുട്ടികളുടെ മൊബൈൽ ഫോണിലുള്ളത്? വാട്സപ്പ് ഗ്രൂപ്പുകൾ. അന്ന് ആ താമരശ്ശേരിയിൽ ആ അക്രമം നടക്കുന്നതിന് തൊട്ട് ദിവസം കുട്ടികൾ ഷെയർ ചെയ്ത ഈ നിലയിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും വിദ്യാലയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകരായ നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായ്മ വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം. തൊട്ടടുത്ത മറ്റൊരു വിദ്യാലയത്തിൽ ഇന്നലെ DG ചോദിച്ചപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം മലയാളം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഒരു വിദ്യാലയത്തിൽ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി ഒരാളുടെ കൂടെ പോയി 10-20 ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ ബോഡിയാണ് വനത്തിനുള്ളിൽ നിന്ന് ലഭിച്ചത്. എന്താണ്, എവിടെയാണ് നമ്മുടെ പുതിയ തലമുറ പോകുന്നത്? അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാലയങ്ങളുടെയും അതുപോലെ തന്നെ പരിസരത്തും നടക്കുന്നതെങ്കിൽ അത് മാറേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിയുന്ന ദിവസം നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം. പലതരത്തിലുള്ള ആഘോഷങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കെതിരെ എല്ലാവരും ഒരു ജാഗ്രത വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ അന്തരീക്ഷത്തിന് ജില്ലയിലെ വിദ്യാഭ്യാസ അതിന് വിപരീതമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചില വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കോഴിക്കോട് താമരശ്ശേരിയിൽ യാത്രയപ്പിനിടയിൽ യാതൊരു തെളിവുമില്ലാതെ സഹപാഠികൾ തന്നെ ഒരു കുട്ടിയെ ഇല്ലാതാക്കി. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പത്രങ്ങളിലെല്ലാം വായിച്ചറിഞ്ഞു, ഒരു വിദ്യാലയത്തിൽ കുട്ടികൾ യാത്രയപ്പിന് വന്നത് കഞ്ചാവും പൊതികളുമായിട്ടാണ്. എങ്ങനെയാണ് ഇത് കുട്ടികളുടെ കയ്യിലെത്തുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ലഹരിക്കെതിരെ നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നുണ്ട്. കുട്ടികൾക്കായിട്ട്, ടീച്ചേഴ്സിനായിട്ട്, രക്ഷിതാക്കൾക്കായിട്ട്. എന്നിട്ടും ഒരിക്കലും നമ്മൾ 500 മീറ്റർ ചുറ്റളവിൽ സ്കൂളിനടുത്ത് ഇത് വിൽക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും ലഹരി ഇവിടെ ഉദ്ഘാടന സമ്മേളനം അധ്യാപക മഹത്വത്തിൻ്റെ ഈ വലിയ ഉദ്ഘാടന സമയമായി
അതിനൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തികൾക്കും സംഘടനാ ഭാരവാഹികൾക്കും KITF പ്രവർത്തകർക്കും എല്ലാവർക്കും City Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.